യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ബൈജു, ഇക്കാര്യത്തിൽ ആക്ഷൻ കൗൺസിൽ വലിയ കോൺഫിഡൻസ് തന്നെയാണ്. ബൈജുവിലേക്ക് വരാം. വിനോദ്, മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ വിനോദ്, ഈ SIT രൂപീകരണം അത് ഇതുവരെയുള്ള ദൗത്യത്തിൽ, ഇതുവരെയുള്ള നീക്കത്തിൽ ഏറ്റവും സുപ്രധാനമാണ്. ഇനി ഇതിൻ്റെ അന്വേഷണം അടുത്ത ഘട്ടങ്ങളുമാണ്. കാരണം DGPയുടെ നേതൃത്വത്തിൽ ഒരു സംഘം എന്നതാണ് ഇത്രം ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന ഒരു ഇടത്തേക്ക് സത്യം പുറത്തു വരാൻ ആവശ്യമാവുക. അതെന്തായാലും സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ മറ്റ് ആശയക്കുഴപ്പങ്ങൾ വരുന്നതിലൊന്നും വസ്തുതയില്ലല്ലോ അല്ലേ? ആ രീതിയിൽ സർക്കാർ ഇന്നലെയാണ് ഓർഡർ ഇറക്കി, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണോ ഇപ്പോഴും? അല്ല, ആശയക്കുഴപ്പം തന്നെയാണല്ലോ തുടരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സർക്കാർ നിർബന്ധിതമായെങ്കിലും ആ ടീമിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട നിയുക്തരായ ഉദ്യോഗസ്ഥർ വിട്ടുപോവാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കേസിൽ അവിടെ പോലീസ് പോലും ഭയപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഒരു സംസ്ഥാനത്തെ ഉത്തരവാദപ്പെട്ട സർക്കാർ നിയോഗിച്ച ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിന് നിയോഗിക്കപ്പെടുന്ന സമർത്ഥരായ ഉദ്യോഗസ്ഥർ പോലും ഈ കേസിൽ കൈവയ്ക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഈ നഷ്ടപ്പെട്ടവർക്ക് നീതി ലഭിക്കുക എന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ്. എത്രമാത്രം കരുത്തരാണ്, ശക്തരാണ് ഈ കേസിന് പിറകിൽ പ്രവർത്തിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം നൽകുന്നതാണ് അന്വേഷണ തലത്തിൽ നിന്ന് അതിന്റെ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ഭയപ്പെട്ട് പിന്മാറുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കത് നല്ല രീതിയിൽ കലാശിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുക? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 183 സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ ന്യായാധിപന്റെ മുമ്പിൽ ഫയൽ ചെയ്ത 183 സ്റ്റേറ്റ്മെന്റിലെ വിവരങ്ങൾ ഈ മാധ്യമങ്ങൾക്കും പുറംലോകത്തിനും ചോർത്തി കൊടുക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു പോലീസ് സംവിധാനം, അധികൃതർ തന്നെ, അധികാരികൾ തന്നെ അത് ചെയ്തു എന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നിയമവാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് ധർമ്മസ്ഥലയിൽ. യഥാർത്ഥത്തിൽ അവിടുത്തെ നൂറുകണക്കിന് യുവതികളുടെ അല്ലെങ്കിൽ കൗമാരം പിന്നിട്ടിട്ടില്ലാത്ത കന്യകമാരെ മാത്രമല്ല ബലാത്സംഗം ചെയ്യുന്നത്, ആ ബലാത്സംഗം നിയമവാഴ്ചയോടുകൂടിയാണ്. അതിന്റെ പുറത്തുകൂടിയാണ് ഈ കയ്യേറ്റം നടക്കുന്നത്. അപ്പം അധികാരികൾക്ക് പോലും അത്തരത്തിൽ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരു സാധാരണക്കാരനായ പൗരൻ എവിടെ ചെന്നാണ് അന്വേഷിക്കേണ്ടത്? എവിടെ ചെന്നാണ് നീതി പ്രതീക്ഷിക്കേണ്ടത്? കോടതി ഇടപെട്ടിട്ട് നമുക്കറിയാം, 3-ാം തീയതി വെളിപ്പെടുത്തൽ വരുന്നു, 4-ാം തീയതി FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നു, 11-ാം തീയതി കോടതിയിൽ ചെന്ന് ഈ സാക്ഷിക്ക് ഈ പറയുന്ന തരത്തിൽ ഒരു കള്ളുമായി ചെന്ന് അവിടെ നിന്ന് താൻ കുഴിച്ചിട്ടിടത്തു നിന്ന് മാന്തിയെടുത്തതാണ് എന്ന് പറയുന്ന ഒരു തലയോട്ടിയുമായിട്ടാണ് ന്യായാധിപന്റെ മുമ്പിൽ 183 സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടി സാക്ഷി കടന്നു ചെല്ലുന്നത്. അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ആ 11-ാം തീയതി വരെയും പോലീസ് അനങ്ങുന്നില്ല. 4-ാം തീയതി FIR ഇട്ട പോലീസ് ആ സ്ഥലത്ത് ചെന്ന് ഒരു ടാപ്പെങ്കിലും വലിച്ചു കെട്ടി ആ സ്ഥലം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അയാളെ വിശ്വാസത്തിലെടുക്കാനോ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പ്രവേശിക്കാനോ ഈ പറയുന്ന പോലീസ് സംവിധാനം തയ്യാറാകുന്നില്ലെന്ന് കണ്ടിട്ടാണ് അഭിഭാഷകരുടെ സഹായത്തോടുകൂടി, ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ സഹായത്തോടുകൂടി ഈ പറയുന്ന സാക്ഷി, വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷി ന്യായാധിപന്റെ മുമ്പിലേക്ക് പോകേണ്ടി വരുന്നത്. ന്യായാധിപന്റെ മുമ്പിലെത്തി ന്യായാധിപൻ പറയുന്നത്, നിങ്ങളുടെ ജീവനും സ്വത്തിനും ഞങ്ങൾ സംരക്ഷണം നൽകും, ഇവിടുത്തെ നിയമ സംവിധാനം സംരക്ഷണം നൽകും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മൊഴി തരൂ, നിങ്ങളുടെ മൊഴി സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ന്യായാധിപന്റെ മുമ്പിൽ മൊഴി കൊടുക്കാൻ ഇയാൾ തയ്യാറാകുന്നത്. ഒടുവിൽ മറ്റൊരു അനാസ്ഥ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രതി, ഈ പറയുന്ന സാക്ഷി ഭീമ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇപ്പം മാധ്യമ സർക്കിളുകളിൽ. ആ ഭീമ ഈ സ്പോട്ടിൽ നേത്രാവതി പുഴയുടെ തീരത്തുള്ള 4000 ഏക്കർ വരുന്ന ഭൂമിയിൽ 1 മണിക്കൂറോളം അഭിഭാഷകരുടെ ഒപ്പം എത്തി അവിടെ പോലീസിനെ കാത്തു നിൽക്കുകയും ഈ സൈറ്റ് കാണിച്ചു കൊടുക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വരികയും ചെയ്തിട്ടും അവിടേക്ക് കടന്നു പോകാൻ പോലും, കടന്നു ചെല്ലാൻ പോലും തയ്യാറാകാത്ത പോലീസ് സംവിധാനമാണുള്ളത്. അപ്പോൾ ഈ പോലീസ് സംവിധാനത്തെ കുറിച്ചോ അങ്ങനെ രൂപീകരിക്കുന്ന SIT യെ കുറിച്ചോ
അതിൽ തന്നെ പ്രവർത്തിക്കാൻ വിമുഖത കാണിക്കുന്ന, ഭയപ്പെടുന്ന പോലീസ് അധികാരികളെ കുറിച്ചോ ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ ഒരു വലിയ, ലോകം തന്നെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കൊലപാതക പരമ്പരയുടെ, കൂട്ടബലാത്സംഗ ആക്രമണങ്ങളുടെ, ഈ തരത്തിൽ സിസ്റ്റത്തെ സബോട്ടാഷ് നടത്തുന്ന ഒരു വലിയ ഒരു ടൈക്കൂൺ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു നാട്ടുരാജാവിനേക്കാൾ അപ്പുറം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നരാധമന്റെ ചെയ്തികളെ നമുക്ക് എങ്ങനെയാണ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുക? എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെയാണ് ധാരാളമായി മലയാളികൾ കടന്നു ചെല്ലുന്ന ഒരു പിൽഗ്രിം സെന്ററാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അവിടേക്ക് മലയാളികൾ ധാരാളമായി കടന്നു ചെല്ലുന്നു. സെറ്റ് സാരി ഉടുത്ത്, കേരള സാരി ഉടുത്ത മൃതശരീരങ്ങൾ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ഈ പറയുന്ന സാക്ഷി വെളിപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോലും പോയ തീർത്ഥാടകർക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് അതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ കാര്യമായ ഇടപെടൽ, കേരള സർക്കാരിന്റെ കാര്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും അന്തർ സംസ്ഥാന തലത്തിലുള്ള ഒരു കേസ് എന്നുള്ള നിലയിൽ പറ്റുമെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ തന്നെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വിഷയം ഒരു കെട്ടുകഥയാണ് എന്ന് കരുതുന്ന മലയാളത്തിലെ പോലുമുള്ള മറ്റു പല മാധ്യമങ്ങളുമുണ്ട്. ഇതിന്റെ തുടർച്ചയായി ന്യൂസ് 18 അതിനെ സംബന്ധിച്ച് കൃത്യമായി അതിന്റെ പുറകെ സഞ്ചരിക്കുന്നുണ്ട്. അതിന് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ മാതൃക എന്നുള്ള നിലയിൽ വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തനമാണ് ന്യൂസ് 18 നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും, കർണാടകയിലെ മാധ്യമങ്ങൾ പൂർണ്ണമായും നിശബ്ദമാണ്. അപൂർവം ചില ദേശീയ മാധ്യമങ്ങൾ എന്തെങ്കിലും ഇടയ്ക്ക് വാർത്ത കൊടുത്തെങ്കിലായി എന്ന മട്ടിലാണുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം ഡൽഹിയിലെ നിർഭയ കേസ് എങ്ങനെയായിരുന്നു ഇന്ത്യ രാജ്യം മുഴുവൻ അലയടിച്ചത്. ആ ഒരൊറ്റ പെൺകുട്ടിയുടെ ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യയുടെ മനസാക്ഷിയെ മുഴുവൻ ചീന്തിക്കളയുന്ന, പിടിച്ചുലയ്ക്കുന്ന തരത്തിൽ ആ വിഷയം കത്തിപ്പടരുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ നൂറുകണക്കിന് യുവതികൾ, സ്കൂൾ പെൺകുട്ടികൾ, സ്കൂൾ ബാഗ് ഉൾപ്പെടെ മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ചിട്ടു ഞാൻ എന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ട് അത് ചെയ്ത ഒരു മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം മനസ്താപത്തോടു കൂടി പറയുമ്പോൾ അതിന് എന്ത് വിലയാണ് ഇവിടുത്തെ സിസ്റ്റം കൽപ്പിക്കുന്നത് എന്നതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്യന്തം ആശങ്കാജനകമാണ് കാര്യങ്ങൾ. അത് മാത്രവുമല്ല, അവിടേക്ക് ചെന്ന മാധ്യമ പ്രവർത്തകരെ പോലും അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഓട്ടോറിക്ഷ, അവരുടെ ഡി ഗാങ് എന്നറിയപ്പെടുന്ന ഓട്ടോറിക്ഷയിൽ വരുന്ന ആളുകൾ ഫോട്ടോ എടുക്കുകയും അവരെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഒരു തരത്തിലുമുള്ള നിയമവാഴ്ചയും ആ പ്രദേശത്ത് നിലനിൽക്കുന്നില്ല എന്ന അടിവരയിടുന്ന തരത്തിലാണ് അവിടെ പോയിട്ട് നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ശ്രീ വിനോദ്, ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. ഈ കർണാടകയിൽ നമുക്കറിയാം, കർണാടകയിൽ രാഷ്ട്രീയ മാറ്റം നടക്കാറുള്ള ഇടമാണ്. BJP ഭരിച്ചിരുന്ന ഇടത്തേക്ക് പിന്നീട് കോൺഗ്രസിന്റെ ഭരണമുണ്ടായി, ഇങ്ങനെ മാറിയതാണ്. ഇത്തരം രാഷ്ട്രീയ സംവിധാനങ്ങളെ എങ്ങനെയാണ് ഇത് സ്വാധീനിക്കപ്പെടുക? അത്തരം രാഷ്ട്രീയ താല്പര്യം അവിടെ പ്രകടമാവുന്നത് എങ്ങനെയാണ്? കാരണം ഭരണമാറ്റം, ഒരു പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ടല്ലോ ഈ സംഭവങ്ങൾ, അതാണല്ലോ ആ വെളിപ്പെടുത്തൽ കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഈ ഇരു രാഷ്ട്രീയ കക്ഷികളെ ഒരേ തരത്തിൽ സ്വാധീനിക്കപ്പെടുകയാണോ അവിടെ സംഭവിച്ചത്? അല്ല, ഞാനതിൽ മനസ്സിലാക്കുന്നത് ഇത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് പിന്നെ ബന്ധപ്പെട്ട വിഷയമല്ല. അതേസമയം അവിടെ നിലനിൽക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പി സംസ്കാരത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ അതിന് വഴങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കർണാടകയിലുള്ളത് എന്ന തോന്നലാണ് എനിക്കുണ്ടാകുന്നത്. കാരണം ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക്, ജനാധിപത്യ സംസ്കൃതിയിലേക്ക് ഒരു പ്രദേശം ഉണർന്നെണീറ്റിട്ടില്ലാത്തതിന്റെ അപകടമാണ് അവിടെ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പവർഫുൾ ആയിട്ടുള്ള ആളുകൾ ഭരണ സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 95 മുതൽ വെളിപ്പെടുത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് 95 മുതൽ 2014 വരെയുള്ള കാലഘട്ടമാണ്. അദ്ദേഹം അവിടെ ജോലി ചെയ്ത കാലഘട്ടം. അതിനു മുമ്പും അത് നടന്നിരിക്കാം, അതിനുശേഷവും നടന്നിരിക്കാം എന്നുള്ള നിലയിലാണ് ഇപ്പോഴും അവിടെ കാര്യങ്ങൾ പോകുന്നത്. പോലീസിന് അനങ്ങാൻ പറ്റുന്നില്ല, പോലീസിംഗ് നടക്കുന്നില്ല എന്ന് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു പിന്നെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ഒരു കർണാടക സംസ്ഥാനം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായിട്ട് അതിന്റെ പുറത്ത് ന്യായമായ നീതി നടപ്പാക്കപ്പെടുക എന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. തുടർച്ചയായി പല ഗവൺമെന്റുകൾ അവിടെ ഭരിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴുള്ള ഗവൺമെന്റ് ഈ ഒരു SIT, ഈ ഒരു വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഒരു SIT രൂപീകരിക്കാൻ തീരുമാനിച്ചത് സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ആ SIT പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത നില എവിടെയുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് നമ്മളെ കൂടുതൽ ആശങ്കാകുലരാക്കുന്നത്. അതിലപ്പുറം എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കോടതി ഇടപെടുന്നു, കോടതി ആവശ്യപ്പെടുന്നു, പോലീസ് അനങ്ങുന്നില്ല, സംസ്ഥാന ഭരണകൂടം അവിടെ തീരുമാനമെടുക്കുന്നു, ഒരു SIT രൂപീകരിക്കാൻ തീരുമാനമെടുക്കുന്നു, അതിലുള്ള ഉദ്യോഗസ്ഥർ പിന്മാറുന്നു എന്നൊക്കെ വന്നാൽ എങ്ങനെയാണ് നമുക്ക് നീതി ഉറപ്പാക്കാൻ കഴിയുക?
അപ്പൊ അവിടെ ആളുകൾ ഭയപ്പെട്ടാണ് കഴിയുന്നത്. ഈ മനുഷ്യന്റെ പേര് പോലും പറയാൻ ഭയപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഞായറാഴ്ചയാണ്, ഒരു പിൽഗ്രിം സെന്ററാണ്, ഒരു ഏറ്റവും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ജനബാഹുല്യം അനുഭവപ്പെടാറുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല. പക്ഷെ ഒരു ഹർത്താൽ ദിനത്തിൽ പോകുന്നത് പോലുള്ള അനുഭവമാണ് ഞായറാഴ്ച ഇന്നലെ അവിടെ സന്ദർശിച്ച ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അവിടെ ആളൊഴിഞ്ഞു കിടക്കുന്ന ബസ് സ്റ്റാൻഡ്, ആളൊഴിഞ്ഞു കിടക്കുന്ന സ്നാനഘട്ടം, ആളൊഴിഞ്ഞു കിടക്കുന്ന ഈ പറയുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രം, അവിടുത്തെ തെരുവുകളിൽ ആളനക്കമില്ല. ആളുകളുടെ മുഖങ്ങൾ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ നിൽക്കുന്നു. ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറയാൻ ഭയപ്പെടുന്ന, കണ്ണുകളിൽ ഭയം കത്തിക്കാളുന്ന മനുഷ്യരുടെ മുഖങ്ങൾ ഒക്കെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അവിടേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ പോലും ട്രേസ് ചെയ്യുന്ന, ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് എന്നത് വലിയ ആശങ്കാജനകമായ കാര്യങ്ങളാണ്. ശരി, എന്തായാലും വിനോദ്, നമുക്ക് വിശദമായി തന്നെ വീണ്ടും പരിശോധിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ധർമ്മസ്ഥല ഒരു നിഗൂഢ ഇടമായി തുടരുകയാണ്. കുഴിച്ചുമൂടപ്പെട്ട രഹസ്യം പുറത്തു വരേണ്ടതുണ്ട്. അതിൽ ഇപ്പോഴത്തെ SITക്ക് സുപ്രധാന ഇടപെടൽ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അത് മുന്നോട്ട് പോകട്ടെ. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം.